ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 25-26 ദശകങ്ങൾ നോക്കാം. ആദ്യം 25-ാമത്തെ ദശകം നരസിംഹാവതാരം. ഒന്നാമത്തെ ശ്ലോകം. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആകൂർണ ജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സംബപാദ ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. പദമുറിച്ച് പറയാം. സ്തംഭേ ഘട്ടയതഃ ഹിരണ്യകശിപോഃ കർണൗ സമാചൂർണയൻ ആകൂർണ ജഗദണ്ഡകുണ്ടകുഹരഃ ഘോരഃ തവ അഭൂത് രവഃ ശ്രുത്വാ യം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപി അശ്രുതം കമ്പഃ കശ്ചന സംബപാദ ചലിതഃ അഭി അംഭോജഭൂഃ വിഷ്ടരാത്. സ്തംഭേ ഘട്ടയതഃ ഹിരണ്യകശിപോഃ കർണൗ സമാചൂർണയൻ. തൂണിന്മേൽ പ്രഹരിച്ച ഹിരണ്യകശിപുവിൻ്റെ കർണങ്ങളെ തവിടുപൊടിയാക്കിക്കൊണ്ട് ആകൂർണ ജഗദണ്ഡ കുണ്ട കുഹരഃ ബ്രഹ്മാണ്ടത്തിലുള്ള സകല ജീവജാലങ്ങളെയും വട്ടം കറക്കുന്ന തവ ഘോരഃ രവഃ അഭൂത്. അങ്ങയുടെ അതിഭയങ്കരമായ ഒരു ഒച്ച ഉണ്ടായി. പൂർവം കദാപി അശ്രുതം കില. ഭഗവാനെ, മുമ്പൊരിക്കലും അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടേ ഇല്ലല്ലോ. യം ശ്രുത്വ, യാതൊന്നിനെ കേട്ടിട്ട് എന്ന് പറയുമ്പോൾ ആ ശബ്ദം കേട്ടിട്ട് ദൈത്യരാജഹൃദയെ, ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ ഉള്ളിൽ കശ്ചന കമ്പഃ സംബപാത, എന്തോ ഒരു വിറയൽ സംബപാത അനുഭവപ്പെട്ടു. അംഭോജഭൂഹു അഭി, ബ്രഹ്മാവ് പോലും വിഷ്ടരാത്, ഇരിപ്പിടത്തിൽ നിന്ന് ചലിതഃ, ഇളകി. ഹിരണ്യകശിപു മുഷ്ടി കൊണ്ട് തൂണിലിടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവിടെ ഉണ്ടായത്, അതിനുശേഷം എന്താണ് അവിടെ ഉണ്ടായതെന്ന് പറയാൻ ഞാൻ അശക്തനാണ് എന്ന് പറഞ്ഞ് ആ കഴിഞ്ഞ ശ്ലോകത്തിൽ അങ്ങനെ പറഞ്ഞ് നിർത്തിയ മേൽപ്പത്തൂര് അതിനുശേഷം ഉണ്ടായത് എന്താണെന്ന് ഈ ശ്ലോകത്തിൽ പറയാണ്. തൂണിൽ പ്രഹരിച്ച ആ ഹിരണ്യകശിപുവിൻ്റെ ചെവി പൊട്ടുന്ന രീതിയിൽ ബ്രഹ്മാണ്ടത്തിലുള്ള സകല ജീവജാലങ്ങളെയും വട്ടം കറക്കുന്ന, പരിഭ്രമിപ്പിക്കുന്ന, മുൻപൊരിക്കലും കേൾക്കാത്ത വിധത്തിലുള്ള അതിഭയങ്കരമായ ഒരു ഒച്ചയുണ്ടായി എന്ന് പറയാണ്. അപ്പോൾ മേൽപ്പത്തൂര് അത് പറഞ്ഞിട്ട് മേൽപ്പത്തൂര് പറയാണ്, ഭഗവാനെ, അങ്ങയുടെ ആ ഒച്ച കേട്ടപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിറയൽ, ഒരു സംഭ്രമം, ഒരു ഭയം അനുഭവപ്പെട്ടു എന്നാണ്. ബ്രഹ്മാവ് പോലും ഇരുന്ന സ്ഥലത്ത് നിന്ന് ആ ഒച്ച കേട്ടിട്ട് ഒന്ന് ആ ബ്രഹ്മാവ് പോലും ഒന്ന് ഇളകിപ്പോയി എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകം. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭത സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസത് വർഷ്മാസമാജൃംഭതാഃ. പദമുറിച്ച് പറയാം. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണം ഏതത് അദ്ഭുതം ഇതി വ്യുദ്ഭ്രാന്തചിത്തേ അസുരേ വിസ്ഫൂർജത് ധവള ഉഗ്ര രോമ വികസത് വർഷ്മ സമാജൃംഭതാഃ.
മഹാസംരംഭിണി ദൈത്യേ, ക്രോധം അധികരിച്ച ആ അസുരൻ ഹിരണ്യകശിപു, ദിക്കുകളിലേക്ക് എന്ന് പറയുമ്പോൾ നാലുപാടും, വിസൃഷ്ട ചക്ഷുഷി കണ്ണുകളെ അയച്ചപ്പോ, നാലുപാടും നോക്കിയപ്പോ, വിഭോ ഭഗവാനെ, ന മൃഗാത്മകം ന മനുജാകാരം, തേ വപുഹു, മൃഗസ്വരൂപവുമല്ല മനുഷ്യസ്വരൂപവുമല്ല, അങ്ങനെ ഉള്ള തേ വപുഹു അങ്ങയുടെ രൂപം, സ്തംഭതഃ സ്തംഭത്തിൽ നിന്ന്, തൂണിൽ നിന്ന്, സംഭൂതം പുറത്തു ചാടി, അസുരേ അസുരനാണെങ്കിൽ, ഭീഷണം അദ്ഭുതം ഏതത് കിം കിം, ഭയാനകവും ആശ്ചര്യകരവുമായ ഇത് എന്താണ് എന്താണ്, ഇതി വ്യുദ്ഭ്രാന്ത ചിത്തെ എന്ന് ഉള്ളിൽ വല്ലാതെ പരിഭ്രമിച്ചു. വിസ്ഫൂർജ ധവള ഉഗ്രരോമ വികസത് വർഷ്മ, എഴുന്നേറ്റ് നിൽക്കുന്ന വെളുത്ത കൂർത്ത രോമങ്ങളാൽ വികസിച്ച ഉടലോടുകൂടിയവനായിട്ട്, സമാജൃംഭതാഹ വളരാൻ തുടങ്ങി. ഈ ശ്ലോകത്തിൽ നരസിംഹാവതാരം വർണ്ണിക്കുകയാണ്. തൂണിൽ ഇടിച്ചപ്പോഴുണ്ടായ ഭയാനകമായ ശബ്ദം കേട്ടിട്ട് ഭയന്ന് പരിഭ്രമിച്ച ആ അസുരൻ വർദ്ധിച്ച കോപത്തോടുകൂടി ചുറ്റും നോക്കിയപ്പോൾ സ്തംഭമധ്യത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ആശ്ചര്യകരമായ ഒരു സ്വരൂപത്തെ കാണുകയാണ്. ഇതെന്തൊരു രൂപം? മൃഗവുമല്ല മനുഷ്യനുമല്ല, നരസിംഹരൂപം. ആ രൂപം തൂണിൽ നിന്ന് പെട്ടെന്ന് പുറത്തു ചാടുകയാണ്. ഭയാനകവും അത്ഭുതകരവുമായ ഇതെന്താണ് എന്താണിത് എന്നിങ്ങനെ പരിഭ്രമിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ, എഴുന്നേറ്റ് നിൽക്കുന്ന വെളുത്ത രോമങ്ങൾ കൊണ്ട് വികസിച്ച ഉടലോടുകൂടിയ ഭഗവാന്റെ ആ സ്വരൂപം അങ്ങനെ വളർന്ന് വലുതാകാൻ തുടങ്ങി. ഇനി മൂന്നാമത്തെ ശ്ലോകം. തപ്തസ്വർണ സവർണ ഘൂർണദതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനികുംബിതാംബരമഹോ ജീയാത്തവേദം വപുഃ വ്യാപ്തവ്യാപ്തമഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാജിഹ്വാ നിർഗമ ദൃശ്യമാനസുമഹാദംഷ്ട്രായുഗോഡാമരം. പദമുറിച്ച് പറയാം. തപ്ത സ്വർണ സവർണ കൂർണത് അതിരൂക്ഷ അക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനികുംബിത അംബരം അഹോ ജിയാത്തവേദം ജിയാത് തവ ഇദം ജിയാത്തവേദം വപുഃ വ്യാപ്ത മഹാദരീസഖമുഖം ഖഡ്ഗ ഉഗ്ര വൽഗൻ മഹാജിഹ്വാ നിർഗമ ദൃശ്യമാന സുമഹാദംഷ്ട്രായുഗ ഉഡാമരം. തപ്ത സ്വർണ സവർണ കൂർണത് അതിരൂക്ഷ അക്ഷം, ഉരുക്കിയ സ്വർണത്തിൻ്റെ നിറമുള്ളതും ഉരുട്ടിമിഴിച്ചതും, കൂർണത് ഉരുട്ടിമിഴിച്ച കറങ്ങുന്ന, അതിരൂക്ഷ അത്യുഗ്രങ്ങളായ അക്ഷം കണ്ണുകളോടുകൂടിയതും, സടാകേസര പ്രോത്കമ്പ പ്രനികുംബിത അംബരം. സടാകേസരം എന്ന് പറയുമ്പോൾ കഴുത്തിലുള്ള ജട പോലെയുള്ള രോമങ്ങൾ, പ്രോത്കമ്പ എഴുന്നേറ്റ് നിന്ന്, പ്രനികുംബിത അംബരം ആകാശത്തെ മറച്ചിരിക്കുന്ന, വ്യാപ്ത മഹാദരീ സഖമുഖം നല്ലതുപോലെ തുറന്ന സമയത്ത്, ആ വായ നല്ലതുപോലെ തുറന്നപ്പോൾ ഒരു മഹാഗുഹയ്ക്ക് തുല്യമായ വായയോട് കൂടിയതും, ഖഡ്ഗ ഉഗ്ര വൽഗൻ മഹാജിഹ്വ ഖഡ്ഗം വാള്, വൽഗൻ വീശുന്ന, നിർഗമ ദൃശ്യമാന സുമഹാദംഷ്ട്രായുഗ ഉഡാമരം വാളുപോലെ ഭയങ്കരമായി ചുഴറ്റുന്ന അല്ലെങ്കിൽ വീശുന്ന വലിയ നാവ്, പുറത്തേക്ക് നീട്ടുമ്പോൾ കാണപ്പെടുന്ന രണ്ട് വലിയ ദംഷ്ട്രകളാൽ അതിഭയങ്കരവും, അഹോ തവ ഇദം വപുഃ ജിയാത് ആശ്ചര്യകരവുമായ അവിടുത്തെ ഈ ശരീരം ജയിക്കട്ടെ. അപ്പം ഇവിടെ തീയിലിട്ട് ഊതിപ്പഴുപ്പിച്ച സ്വർണ്ണക്കട്ട പോലെ തിളങ്ങുന്ന കണ്ണുകൾ, അതുപോലെ പർവ്വതഗുഹ പോലെ പിളർന്നിരിക്കുന്ന വായ, വാളിൻ്റെ അറ്റം പോലെ ഭയങ്കരമായി ചുഴറ്റുന്ന നാവ്,
ആ നാവ് പുറത്തേക്ക് നീട്ടുമ്പോൾ കാണപ്പെടുന്ന 2 വലിയ ദംഷ്ട്രകൾ. ഇനി കഴുത്തിലെ ജട പോലെയുള്ള രോമങ്ങൾ, സടാകേസരങ്ങൾ, അത് എഴുന്നേറ്റ് നിന്ന് ആകാശത്തെ മറച്ചിരിക്കുന്നു. ഇനി 4-ാമത്തെ ശ്ലോകം. ഉസ്സർപ്പദ്ബലിഭംഗഭീഷണഹനു ഹ്രസ്വസ്തവീയസ്തരഗ്രീവം പീവരദോഷദോദ്ഗതനഖക്രൂരാംശു ദൂരോൽബണം വ്യോമോല്ലംഘി ഘനാഘനോപമഘനപ്രധ്വാന നിർധാവിതസ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തന്നാരസിംഹം ബഭുഃ. പദമുറിച്ച് പറയാം. ഉസ്സർപ്പത് വലിഭംഗഭീഷണഹനു ഹ്രസ്വസ്തവീയസ്തരഗ്രീവം പീവരദ ശത ഉദ്ഗത നഖ ക്രൂരാംശു ദൂരോൽബണം വ്യോമോല്ലംഘി ഘനാഘനോപമ ഘനപ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവതഃ തത് നാരസിംഹം ബഭുഃ. ഉസ്സർപ്പത് വലിഭംഗഭീഷണഹനു, മേൽപോട്ട് വലിയുന്ന ചുളിവുകൾ കൊണ്ട് ഭയങ്കരമായിരിക്കുന്ന കവിളുകളോടുകൂടിയതും ഹ്രസ്വസ്തവീയസ്തരഗ്രീവം നീളം കുറഞ്ഞ് തടിച്ച കഴുത്തുള്ളതും പീവരദ ശത ഉദ്ഗത നഖ ക്രൂരാംശു ദൂരോൽബണം തടിച്ച അനേകം കൈകളിലെ നഖങ്ങളിൽ നിന്ന് പ്രസരിച്ചവയും ക്രൂരാംശു എന്ന് പറയുമ്പോൾ തീക്ഷ്ണങ്ങളുമായ രശ്മികളാൽ അതിഭീഷണവും വ്യോമ ഉല്ലംഘി ആകാശം മുട്ടി നിൽക്കുന്നതും ഘനാഘനോപമ ഘനപ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം മഴ പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന മേഘങ്ങളുടെ ഇടിമുഴക്കത്തിന് തുല്യമായ അട്ടഹാസത്താൽ എതിരാളികളെ ആട്ടിയോടിച്ചതുമായ ഭവതഃ അവിടുത്തെ തത് നാരസിംഹം വപു ആ നാരസിംഹാകാരമായ വപുസ്സിനെ നമാമി ഞാൻ വണങ്ങുന്നു. നമാമി എന്ന് പറയുമ്പോൾ ഞാൻ വണങ്ങുന്നു എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ പർവ്വതഗുഹ പോലെയുള്ള ആ വായ തുറക്കുമ്പോൾ മേൽപോട്ട് വലിയുന്ന ചുളിവുകൾ കൊണ്ട് ഭയങ്കരമായിരിക്കുന്ന കവിളുകളോടുകൂടിയതും നീളം കുറഞ്ഞ് തടിച്ച കഴുത്ത്, തടിച്ചുരുണ്ട അനേകം കൈകളിലെ നഖങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന തീക്ഷ്ണങ്ങളായ രശ്മികൾ കൊണ്ട് അതിഭീഷണവും ആകാശം മുട്ടി നിൽക്കുന്നതും മഴ പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന മേഘങ്ങളുടെ ഇടിമുഴക്കത്തിന് തുല്യവുമായ അട്ടഹാസം കൊണ്ട് എതിരാളികളെ ആട്ടിയോടിച്ചതുമായ ഗുരുവായൂരപ്പ അവിടുത്തെ നരസിംഹാകാരമായ ആ വപുസ്സിനെ ഞാൻ വണങ്ങുന്നു. ഇനി 5-ാമത്തെ ശ്ലോകം. നൂനം വിഷ്ണുരയം നിഹന്യമുമിതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃതാ ദോർഭ്യാം പൃഥുഭ്യാമമും വീരോ നിർഗളിതോധ ഖഡ്ഗഫലഗൗ ഗൃണ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാദ ഭുവനഗ്രാസോദ്യതം ത്വാമഹോ. പദമുറിച്ച് പറയാം. നൂനം വിഷ്ണുഃ അയം നിഹന്മി അമും ഇതി ഭ്രാമ്യത് ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തം അധൃതാ ദോർഭ്യാം പൃഥുഭ്യാം അമും വീരഃ നിർഗളിതഃ അഥ ഖഡ്ഗഫലഗൗ ഗൃണ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനഃ ആപപാദ ഭുവനഗ്രാസോദ്യതം ത്വാമഹോ. അയം വിഷ്ണുഃ നൂനം ഇത് വിഷ്ണു തന്നെ തീർച്ച. അമും നിഹന്മി ഇവനെ ഞാൻ വധിക്കും. ഇതി ഭ്രാമ്യത് ഗദാഭീഷണം എന്നിങ്ങനെ
ഗദ ചുഴറ്റിക്കൊണ്ട് ഭയങ്കരനായി സമുപാദ്രവന്തം തൻ്റെ സമീപത്തേക്ക് ഓടിയെത്തുന്ന ആ അസുരരാജാവിനെ, ഹിരണ്യകശിപുവിനെ, പൃഥുഭ്യാം ദോർഭ്യാം തടിച്ചുരുണ്ട കൈകളെ കൊണ്ട് ഭഗവാനെ അവിടുന്ന് അധൃതാഹ കടന്നുപിടിച്ചു. വീരനായ ആ അസുരൻ നിർഗളിത പുറത്തു വന്നിട്ട് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ പിടുത്തത്തിൽ നിന്ന് കുതറി പുറത്തു വന്നിട്ട് ഖഡ്ഗഫലകൗ ഗൃണ്ണൻ വാളും പരിചയും എടുത്തിട്ട് വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ വിചിത്രമായ അടവുകൾ പയറ്റിയിട്ട് പല പല അടവുകളെ പ്രയോഗിച്ചിട്ട് ഭുവനഗ്രാസോദ്യതം ത്വാം ത്രിലോകങ്ങളെയും പിടിച്ചു വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ഭഗവാനെ അങ്ങയുടെ നേരെ പുനഃ വീണ്ടും ആപബാധ ചാടി വീണു. അഹോ ആശ്ചര്യം! തീർച്ചയായും ഇത് വിഷ്ണു തന്നെയാണ്, ഇവനെ ഞാൻ വധിക്കും എന്ന് പറഞ്ഞിട്ട് ഗദ ചുഴറ്റിക്കൊണ്ട് തൻ്റെ സമീപത്തേക്ക് ഓടിയെത്തുന്ന ഹിരണ്യകശിപുവിനെ തടിച്ചുരുണ്ട കൈകളെ കൊണ്ട് ഭഗവാൻ കടന്നു പിടിക്കുകയാണ്. ധീരനായ ആ അസുരൻ ആ പിടുത്തത്തിൽ നിന്ന് കുതറി പുറത്തു വന്നിട്ട് തൻ്റെ വാളും പരിചയും എടുത്ത് പലതരത്തിലുള്ള അടവുകളും പ്രയോഗിച്ചതിന് ശേഷം ത്രിലോകങ്ങളെയും പിടിച്ചു വിഴുങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന ഭഗവാന്റെ നേരെ വീണ്ടും ചാടി വീണു എന്നാണ്. അപ്പം ഇവിടെ മേൽപ്പത്തൂര് പറയാണ്, എന്തൊരാശ്ചര്യമാണിത്. അടുത്തത് 6ാമത്തെ ശ്ലോകം. ഭ്രാമ്യന്തം ദിദിജാധമം പുനരപി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാത് ദ്വാരേധോരുയുഗേ നിപാത്യ നഖരാൻ വ്യുത്ഖായ വക്ഷോ ഭുവി നിർഭിന്ദന്നധിഗർഭ നിർഭരകളത് രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗ സംഹാരി സിംഹാരവാൻ. പദമുറിച്ച് പറയാം. ഭ്രാമ്യന്തം ദിദിജാധമം പുനരപി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാത് ദ്വാരേ അഥ ഊരുയുഗേ നിപാത്യ നഖരാൻ വ്യുത്ഖായ വക്ഷോഭുവി നിർഭിന്ദൻ അധിഗർഭ നിർഭരകളത് രക്താംബു ബദ്ധോത്സവം പായം പായം ഉദൈരയഃ ബഹു ജഗത് സംഹാരി സിംഹാരവാൻ. ഭ്രാമ്യന്തം ദിദിജാധമം പിടികൊടുക്കാതെ വട്ടം തിരിയുന്ന അധമനായ ആ ദൈത്യനെ പുനഃ അബീജവാത് വീണ്ടും പെട്ടെന്ന് ദോർഭ്യാം 2 കൈകൊണ്ടും പ്രോദ്ഗൃഹ്യ മുറുകെ പിടിച്ച് ഉയർത്തിയിട്ട് അധ ദ്വാരേ ഊരുയുഗേ ഉമ്മറപ്പടിയിന്മേൽ 2 തുടകളിൽ നിപാത്യ മലർത്തി കിടത്തിയിട്ട് വക്ഷോഭുവി നഖരാൻ വ്യുത്ഖായ മാറിടത്തിൽ നഖങ്ങളെ അമർത്തി താഴ്ത്തിയിട്ട് നിർഭിന്ദൻ പിളർന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ മാറു പിളർന്നിട്ട് അധിഗർഭ നിർഭരകളത് രക്താംബു ബദ്ധോത്സവം ഉള്ളിൽ നിന്ന് കുടുകുടെ ചാടുന്ന രക്തത്തെ ബഹുരസമായിട്ട് പായം പായം വീണ്ടും വീണ്ടും പാനം ചെയ്തുകൊണ്ട് ജഗത്സംഹാരി സിംഹാരവാൻ ലോകങ്ങളെയെല്ലാം സംഹരിക്കുന്ന തരത്തിലുള്ള സിംഹനാദങ്ങളെ ബഹു ഉദൈരയ ധാരാളമായി പുറപ്പെടുവിച്ചു. ഇവിടെ തടിച്ചുരുണ്ട കൈകളെ കൊണ്ട് ഭഗവാൻ ആ ഹിരണ്യകശിപുവിന് ഒരു തവണ കടന്നു പിടിച്ചു. എന്നിരുന്നാലും അതിൽ നിന്ന് കുതറി ആ അസുരൻ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ പിടികൊടുക്കാതെ കുതറി മാറിക്കൊണ്ടിരുന്ന അസുരനെ വീണ്ടും 2 കൈകൊണ്ടും പെട്ടെന്ന് മുറുകെ പിടിച്ചുയർത്തിയിട്ട് ഉമ്മറപ്പടിയിന്മേൽ 2 തുടകളിൽ മലർത്തി കിടത്തി എന്ന് പറയുകയാണ്. അപ്പോൾ ഭൂമിയിലും ആകാശത്തിലും വെച്ച് മരണം സംഭവിക്കയില്ല എന്ന ബ്രഹ്മാവിൻ്റെ വരത്തെ യാഥാർത്ഥ്യമാക്കാനായിട്ട് ഭഗവാന്റെ മടിയിൽ തന്നെ കിടത്താണ്. ഇനി മാറിടത്തിൽ നഖങ്ങൾ
അമർത്തി താഴ്ത്തിയിട്ട് അസുരൻ്റെ മാറു പിളർന്നു എന്ന് പറയുമ്പോൾ ജീവനുള്ളവയോ ഇല്ലാത്തവയോ വധിക്കില്ല, ആയുധങ്ങൾ കൊണ്ടും വധിക്കില്ല എന്ന ബ്രഹ്മദേവൻ്റെ വാക്കിനെ അന്വർത്ഥമാക്കും വിധത്തിൽ ആയുധത്തിൻ്റെ സ്ഥാനത്ത് സ്വന്തം നഖങ്ങളെ തന്നെ ഭഗവാൻ ഉപയോഗിക്കുകയാണ്. അകത്ത് വെച്ചും പുറത്തു വെച്ചും മരണമുണ്ടാകില്ല എന്ന ആ അനുഗ്രഹം അത് അന്വർത്ഥമാക്കാനായിട്ട് ഉമ്മറപ്പടിയിലാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ നഖം കൊണ്ട് അസുരൻ്റെ മാറ് പിളർന്നിട്ട് ഉള്ളിൽ നിന്ന് കുടുകുടെ ചാടുന്ന രക്തത്തെ പരമരസത്തോടുകൂടി വീണ്ടും വീണ്ടും പാനം ചെയ്തുകൊണ്ട് ലോകങ്ങളെയെല്ലാം ഛിന്ന ഭിന്നമാക്കുന്ന തരത്തിലുള്ള സിംഹനാദത്തെ ഭഗവാൻ പുറപ്പെടുവിച്ചു. ഇനി 7ാമത്തെ ശ്ലോകം. ത്യക്ത്വാ തം ഹതമാശു രക്തലഹരി സിക്തോന്നമദ്വർഷ്മണി പ്രത്യുത്പത്യ സമസ്തദൈത്യപടലീം ചാഘാദ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമി വികമ്പിതാംബുധികുലം വ്യാലോലശൈലോത്കരം പ്രോസർപ്പദ്ഖചരം ചരാചരമഹോ ദുസ്താമവസ്ഥാം ദധൗ. പദം കുറിച്ച് പറയാം. ത്യക്ത്വാ തം ഹതം ആശു രക്തലഹരി സിക്ത ഉന്നമത് വർഷ്മണി പ്രത്യുത്പത്യ സമസ്ത ദൈത്യപടലീം ചാഘാദ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമി വികമ്പിത അംബുധികുലം വ്യാലോലശൈലോത്കരം പ്രോസർപ്പത് ഖചരം ചരാചരം അഹോ ചരം അചരം ചരാചരം അഹോ ദുസ്താം അവസ്ഥാം ദധൗ. ത്വയി ആശു ഹതം, അങ്ങയാൽ പെട്ടെന്ന് തന്നെ വധിക്കപ്പെട്ട ആ ഹിരണ്യകശിപുവിനെ വിട്ടുകളഞ്ഞിട്ട് രക്തലഹരി സിക്ത ഉന്നമത് വർഷ്മണി, രക്തം വീണ് നനഞ്ഞതും ഉയർന്നു പൊങ്ങുന്നതുമായ ശരീരത്തോടെ പ്രത്യുത്പത്യ കുതിച്ചു ചാടിയിട്ട് സമസ്ത ദൈത്യപടലിയും സകല അസുരക്കൂട്ടങ്ങളെയും ചാഘാദ്യമാനെ വീണ്ടും വീണ്ടും ചവച്ചരയ്ക്കുമ്പോൾ അഹോ അദ്ഭുതം, ചരാചരം ചരവും അചരവുമായ ഈ ലോകം ഭ്രാമ്യദ്ഭൂമി വല്ലാതെ ചുഴലുന്ന ഭൂമിയോടു കൂടിയതും വികമ്പിത അംബുധികുലം ഇളകിമറഞ്ഞ സമുദ്രത്തോടു കൂടിയതും വ്യാലോല ശൈലോത്കരം കുലുങ്ങുന്ന പർവ്വതങ്ങളോടു കൂടിയതും പ്രോസർപ്പദ് ഖചരം സ്ഥാനം മാറിപ്പോയ ജ്യോതിർഗോളങ്ങളോടു കൂടിയതുമായ ദുസ്താം അവസ്ഥാം ദധൗ, താളം തെറ്റിയ ഒരു അവസ്ഥയിലായി തീർന്നു. അപ്പോൾ മേൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ അവിടുന്ന് ഹിരണ്യകശിപുവിനെ പെട്ടെന്ന് തന്നെ വധിച്ച് താഴെയിട്ട സമയത്ത് തങ്ങളുടെ സ്വാമിയെ വധിക്കുന്നത് കണ്ടപ്പോഴുണ്ടായ ക്രോധം കൊണ്ട് തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന മറ്റുള്ള സകല അസുരക്കൂട്ടങ്ങളെയും ഹിരണ്യകശിപുവിൻ്റെ രക്തം കൊണ്ട് നനഞ്ഞതും ശരീരത്തോടു കൂടി തന്നെ ഉയർന്ന് പൊങ്ങി ആ രക്തം കൊണ്ട് നനഞ്ഞ ശരീരത്തോടു കൂടി തന്നെ ഉയർന്നു പൊങ്ങി കുതിച്ചു ചാടിയിട്ട് ആ ദൈത്യന്മാരെയെല്ലാം ചവച്ചരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമി വല്ലാതെ വട്ടം കറങ്ങാൻ തുടങ്ങി എന്നാണ്. അതുപോലെ തന്നെ സമുദ്രങ്ങളൊക്കെ ഇളകിമറയാൻ തുടങ്ങി, പർവ്വതങ്ങളൊക്കെ കുലുങ്ങാൻ തുടങ്ങി, ഗ്രഹനക്ഷത്രാദികളായ ജ്യോതിർഗോളങ്ങളുടെ എല്ലാം സ്ഥാനം മാറിപ്പോയി. അങ്ങനെ ചരവും അചരവുമായ ഈ ലോകം ആകെ താളം തെറ്റിയ വല്ലാത്ത ഒരവസ്ഥയെ പ്രാപിച്ചു. ഇനി 8ാമത്തെ ശ്ലോകം. താവൻ മാംസവപാകരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സഭമിത്തരോഷമുഷിതം ഗുർവാര ഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനെ ദൂരെ സ്ഥിതാഭീരവഃ സർവേ ശർവവിരിഞ്ച വാസവമുഖ പ്രത്യേകമസ്തോഷത. പദമുറിച്ച് പറയാം. താവത് മാംസ വപ കരാള വപുഷം ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സഭം ഇത്തരോഷം ഉഷിതം ദുർവാര ഗുർവാരവം അഭ്യേതും ന ശശാക കഹ അഭി കോപി ഭുവനെ
ദൂരെ സ്ഥിതാ ഭീരവഃ സർവേ ശർവ വിരിഞ്ച വാസവ മുഖാഃ പ്രത്യേകം അസ്തോഷത. താവത് അപ്പോൾ മാംസ വപാ കരാള വപുഷം, മാംസത്താലും മാംസരസത്താലും ഭയങ്കരമായ ശരീരത്തോടു കൂടിയവനും ഘോരാന്ത്രമാലാധരം കിടിലം കൊള്ളിക്കുന്ന കുടൽമാല ധരിച്ചവനും ദുർവാര ഗുർവാരവം ചെവി തുളച്ചു കയറുന്ന മഹാസിംഹനാദം മുഴക്കുന്നവനും മധ്യേ ശഭം ഇദ്ധരോഷം ഉഷിതം, സഭാമധ്യത്തിൽ വർദ്ധിച്ച കോപത്തോടെ ഇരിക്കുന്ന ത്വാം അഭ്യേതും, ഭഗവാനെ അങ്ങയെ സമീപിക്കാൻ ഭുവനെ കോപി ന ശശാക, ഈ ഭുവനത്തില് ലോകത്തില് ആർക്കും തന്നെ ധൈര്യമുണ്ടായില്ല. സർവ വിരിഞ്ച വാസവമുഖാഹ, ശിവൻ ബ്രഹ്മാവ് ദേവേന്ദ്രൻ തുടങ്ങിയ സർവേ എല്ലാവരും ഭീരവഹ ദൂരെ സ്ഥിതാഹ, ഭയന്നവരായിട്ട് ദൂരത്തിൽ നിന്നുകൊണ്ട് പ്രത്യേകം വേറെ വേറെ അസ്തോഷത സ്തുതിച്ചു. അങ്ങനെ ദൈത്യക്കൂട്ടങ്ങളെയെല്ലാം ചവച്ചരച്ചിട്ട് രക്തം കൊണ്ട് നിറഞ്ഞ, അത് എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടവരുടെ രക്തം കൊണ്ട് നിറഞ്ഞ, അതുപോലെ മാംസത്താലും മാംസരസത്താലും ഭയങ്കരമായ ശരീരത്തോടു കൂടി നഖങ്ങളെ കൊണ്ട് പറിച്ചെടുത്ത കുടൽമാലകളെ ധരിച്ച് ചെവികളിൽ തുളച്ചു കയറുന്ന സിംഹനാദത്തെ മുഴക്കിക്കൊണ്ട് അധികരിച്ച ക്രോധത്തോടെ ഹിരണ്യകശിപുവിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന ആ ഭഗവാന്റെ അടുത്തേക്ക് വരാൻ ആരും തന്നെ ധൈര്യപ്പെട്ടില്ല എന്നാണ്. തദസഭായാമുപവിഷ്ടമുത്തമേ നൃപാസനെ സംഭൃത തേജസം വിഭും അലക്ഷിതദ്വൈരഥമത്യമർഷണം പ്രചണ്ഡവക്ത്രം ന ബഭാജ കശ്ചന. ഭാഗവതം. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന തേജസ്സോടെ ആ സിംഹാസനത്തിലിരുന്നിട്ട് ഇനി എതിർക്കാൻ ആരെങ്കിലുമുണ്ടോ എന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. എന്നിരുന്നാലും ഭഗവാന്റെ ആ കോപം ലേശം പോലും ശമിക്കാത്തതുകൊണ്ട് അടുത്തേക്ക് വരാൻ ആർക്കും ധൈര്യമുണ്ടായില്ല എന്നാണ്. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂര് പറയാണ്, ശിവൻ ബ്രഹ്മാവ് ദേവേന്ദ്രൻ തുടങ്ങി എല്ലാവരും തന്നെ ആ നരസിംഹമൂർത്തിയെ കണ്ട് ഭയന്നിട്ട് ദൂരെ നിന്ന് സ്തുതിച്ചതല്ലാതെ ആരും അടുത്തേക്ക് വരാൻ ധൈര്യപ്പെട്ടില്ല. ഇനി 9ാമത്തെ ശ്ലോകം. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യബഭയേ കാരുണ്യഭാരാകുലഃ ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാ സ്തോത്രൈരധോദ്ഗായതസ്തസ്യ കാമധിയോപി തേനിധവരം ലോകായ ചാനുഗ്രഹം. പദമുറിച്ച് പറയാം. ഭൂയഃ അപി അക്ഷത രോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോഃ നമതി അബഭയേ കാരുണ്യഭാരാകുലഃ ശാന്തഃ ത്വം കരം അസ്യ മൂർധ്നി സമധാഃ സ്തോത്രൈഃ അധ ഉദ്ഗായതഃ തസ്യ അകാമധിയഃ അപി തേനിധ വരം ലോകായ ച അനുഗ്രഹം. ഭൂയഃ അപി ഭവതി, അവിടുന്ന് പിന്നെയും അക്ഷത രോഷധാംനി, അടങ്ങാത്ത കോപത്തിൻ്റെ ഇരിപ്പിടമായിരിക്കുന്ന എന്ന് പറയുമ്പോൾ ഏറെ കോപത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രഹ്മാജ്ഞയ, ബ്രഹ്മാവിൻ്റെ ആജ്ഞ ഹേതുവായിട്ട് ബാലകേ പ്രഹ്ലാദേ, ബാലനായ പ്രഹ്ലാദൻ അബഭയെ, ലേശം പോലും ഭയമില്ലാതെ പദയോഹോ നമതി, തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ ത്വം അവിടുന്ന് കാരുണ്യഭാര ആകുലഹ, കാരുണ്യഭാരം കൊണ്ട് പരവശനും ശാന്തനും ആയിട്ട് അസ്യ മൂർധ്നി, പ്രഹ്ലാദൻ്റെ മൂർധാവിൽ കരം സമധാഹ, കൈ അമർത്തി വെച്ചു. അധ സ്തോത്രൈഹി ഉദ്ഗായതഃ, പിന്നീട് സ്തുതികളെ കൊണ്ട് പാടിപ്പുകഴ്ത്തുന്ന തസ്യ, ആ പ്രഹ്ലാദനെ അകാമധിയഃ അഭി, യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു എങ്കിലും വരം തേനിധ, വരങ്ങളെ കൊടുത്തു. ലോകായ അനുഗ്രഹം ച, ലോകത്തിന് അനുഗ്രഹത്തെയും. അപ്പോൾ ആ സിംഹാസനത്തിൽ അങ്ങനെ അടങ്ങാത്ത കോപത്തോടുകൂടി
ഇരിക്കുന്ന ആ സമയത്ത് ബ്രഹ്മാവിൻ്റെ ആജ്ഞയെ അനുസരിച്ചിട്ട് എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് പറഞ്ഞത് കേട്ടിട്ട് ബാലനായ പ്രഹ്ലാദൻ ലേശം പോലും ഭയപ്പെടാതെ ഭഗവാന്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ്. കാരുണ്യഭാരം കൊണ്ട് ആകുലനായ ഭഗവാൻ എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത്. അത്രയ്ക്കും കാരുണ്യമാണ് ഭഗവാൻ തൻ്റെ ഭക്തന്മാരോട്. അംബരീഷ ചരിതത്തിലെ ഭഗവാൻ ദുർവാസാവിനോട് പറയുന്നുണ്ട്, അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര ഇവ ദ്വിജ. ഞാൻ ഭക്തന്മാരുടെ അധീനത്തിലിരിക്കുന്നവനാണ്, അതുകൊണ്ട് അസ്വതന്ത്രനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടം പോലെ അങ്ങയെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ പരമഭക്തനായ അംബരീഷനെ ഉപദ്രവിച്ച ദുർവാസാവിനെ രക്ഷിക്കുന്നത് ഭക്തനെ ഉപേക്ഷിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോൾ ഇവിടെ തൻ്റെ പാദത്തിൽ നമസ്കരിക്കുന്ന പ്രഹ്ലാദനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ആ തൃക്കൈകൾ പ്രഹ്ലാദൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചിട്ട്, പ്രഹ്ലാദൻ ഒന്നും തന്നെ ആഗ്രഹിച്ചില്ലെങ്കിലും വരങ്ങളെ നൽകുകയാണ്. അതുപോലെ തന്നെ ലോകത്തിന് അനുഗ്രഹത്തെയും നൽകി. ഇവിടെ ഒപ്പം ലോകത്തിന് അനുഗ്രഹത്തെയും എന്ന് പറയുമ്പോൾ ലോകത്തിന് തന്നെ അനുഗ്രഹമായി തീരുന്ന വരങ്ങളെ പ്രഹ്ലാദന് നൽകി എന്നും അർത്ഥം പറയാം. ഇനി 10ാമത്തെ ശ്ലോകം. ഏവം നാട്ടിത രൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമൻ അത്യന്തശുദ്ധാകൃതേ തത്താദൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. പദം മുറിച്ച് പറയാം. ഏവം നാട്ടിത രൗദ്ര ചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധ ശ്രുത്യന്ത സ്ഫുട ഗീത സർവമഹിമൻ അത്യന്ത ശുദ്ധാകൃതേ തത്താദൃങ് തത്താദൃങ് നിഖിലോത്തരം പുനഃ അഹോ കസ്ത്വാം കഹ ത്വാം പരഹ ലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. ഏവം നാട്ടിത രൗദ്രചേഷ്ടിത, ഇപ്രകാരം രൗദ്രമായ ഭയാനകമായ ഒരു വ്യാപാരത്തെ നടിച്ചു കാട്ടിയവനും അത്യന്ത ശുദ്ധാകൃതേ, ഏറ്റവും ശുദ്ധമായ ആകാരത്തോടു കൂടിയവനും എന്ന് പറയുമ്പോൾ ശുദ്ധ സത്വസ്വരൂപനായ ശ്രീതാപനീയാഭിധ ശ്രുത്യന്ത സ്ഫുട ഗീത സർവമഹിമൻ വിഭോ. നൃസിംഹതാപനീയം എന്നു പേരുള്ള ശ്രുത്യന്തത്തിലെ, ശ്രുതി എന്ന് പറയുമ്പോൾ വേദം, ശ്രുത്യന്തം വേദാന്തം, ഉപനിഷത്ത്, നൃസിംഹതാപനീയം എന്ന ഉപനിഷത്തിലെ സ്ഫുടഗീതം വ്യക്തമായി പറഞ്ഞിട്ടുള്ള സർവമഹിമൻ സർവമാഹാത്മ്യത്തോടുകൂടിയ വിഭോ ഭഗവാനെ തത്താദൃങ് അതുപോലെ തന്നെ നിഖിലോത്തരം സർവ ഉത്കൃഷ്ടനുമായ ത്വാം അങ്ങയെ പുനഃ പരഹ വീണ്ടും വേറെ കഹ ലംഘയേത് ആര് അതിക്രമിക്കും. അഹോ ആശ്ചര്യം, ഹേ പ്രഹ്ലാദപ്രിയ മരുത്പുരപദേ ഗുരുവായൂരപ്പ മാം സർവ ആമയാത് പാഹി, എന്നെ സർവരോഗങ്ങളിൽ നിന്നും പാഹി രക്ഷിക്കണേ. ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ ഈ ക്രോധവും അട്ടഹാസവും രൗദ്രഭാവവും ഒക്കെ തന്നെ അങ്ങയുടെ നാട്യമല്ലേ? വാസ്തവത്തിൽ അവിടുന്ന് ശുദ്ധ സത്വസ്വരൂപനാണല്ലോ, ശാന്താകാരനാണല്ലോ. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ മായയുടെ 3 ഗുണങ്ങളിലെ സത്വഗുണത്തെ മാത്രം എടുത്തുകൊണ്ട് ഒരു രൂപം സ്വീകരിച്ച് വന്നതാണ് മഹാവിഷ്ണു. അതുകൊണ്ട് ശുദ്ധ സത്വസ്വരൂപനാണ്. അപ്പോൾ മേൽപ്പത്തൂർ ചോദിക്കുകയാണ്, അവിടുന്ന് ശുദ്ധ സത്വസ്വരൂപനാണല്ലോ. അങ്ങനെ നൃസിംഹതാപനീയം എന്ന ഉപനിഷത്തിൽ സ്പഷ്ടമായി പാടിപ്പുകഴ്ത്തിയിട്ടുള്ള സർവവിധ മഹിമകളോടും കൂടിയ അതുപോലെ സർവവ്യാപിയുമായ ഒന്നിനോടും ഉപമിക്കാൻ സാധിക്കാത്ത സർവ ഉത്കൃഷ്ടനുമായ ഭഗവാനെ അവിടുത്തെ അതിക്രമിക്കാൻ ആർക്കാണ് സാധിക്കുക?
പ്രഹ്ലാദപ്രിയനായ ഹേ ഗുരുവായൂരപ്പ, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും പ്രഹ്ലാദനെ നിശേഷം കാത്തുരക്ഷിച്ചതുപോലെ എൻ്റെ ഈ രോഗപീഠകളെ നിശേഷം ഇല്ലാതാക്കണേ എന്ന മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോടെ 25-ാമത്തെ ദശകം ഉപസംഹരിക്കുന്നു. അടുത്തത് 26-ാമത്തെ ദശകം ഗജേന്ദ്ര മോക്ഷം. 1-ാമത്തെ ശ്ലോകം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജസ്ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത് ത്വത്സേവായാമഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. പദമുറിച്ച് പറയാം. ഇന്ദ്രദ്യുമ്നഃ പാണ്ഡ്യഖണ്ഡ അധിരാജഃ ത്വത് ഭക്താത്മാം ചന്ദനാദ്രൗ കദാചിത് ത്വത് സേവായാം മഗ്നധീര ആലുലോകേ ന ഏവ അഗസ്ത്യം പ്രാപ്തം ആദിത്യ കാമം. ത്വത് ഭക്താത്മാ ഇന്ദ്രദ്യുമ്നഃ, അവിടുത്തെ ഭക്തനായ ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യഖണ്ഡാധിരാജ, പാണ്ഡ്യരാജ്യത്തിലെ രാജാവ്, കഥാചിത് ഒരിക്കല്, ചന്ദന ആദ്രൗ മലയപർവ്വതത്തില്, ത്വത് സേവായ മഗ്നദീഹി അങ്ങയെ സേവിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന, ഭഗവത് സേവയിൽ മാത്രം മുഴുകിയിരിക്കുന്ന ആ സമയത്ത് ആദിത്യകാമം പ്രാപ്തം, അതിഥി സത്കാരം മോഹിച്ച് പ്രാപ്തം വന്നിരിക്കുന്ന അഗസ്ത്യം ന ആലുലോകേ ഏവ, ആ അഗസ്ത്യ മഹർഷിയെ കണ്ടതില്ല തന്നെ എന്ന് പറയുമ്പോൾ കണ്ടതേ ഇല്ല, അറിഞ്ഞതേ ഇല്ല. അപ്പോൾ ഭഗവത് സ്മരണം മാത്രമാണ് ആപത്ത് നീങ്ങാനുള്ള ഏക ഉപായം എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഗജേന്ദ്രമോക്ഷം കഥ. ഒരിക്കൽ ഭഗവാന്റെ ഭക്തനായ ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവ് ഭഗവാനിൽ തന്നെ മനസ്സു വെച്ചുകൊണ്ട് ഭഗവത് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിഥി സത്കാരം ആഗ്രഹിച്ചുകൊണ്ട് അവിടെ അഗസ്ത്യമുനി വന്നത് രാജാവ് അറിഞ്ഞതേയില്ല. ഇനി 2-ാമത്തെ ശ്ലോകം. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാര സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി ശബ്ദ്വാധൈനം പ്രത്യഗാസോഭിലേഭേ ഹസ്തീന്ദ്രത്വം ത്വസ്മൃതി വ്യക്തിധന്യം. പദമുറിച്ച് പറയാം. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാരഃ സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി ശബ്ദ്വാ അധ ഏനം പ്രത്യഗാത് സഹ അഭി സോഭി ലേഭേ ഹസ്തീന്ദ്രത്വം ത്വത് സ്മൃതി വ്യക്തിധന്യം. കുംഭോദ്ഭവനായ കുംഭത്തിൽ നിന്ന് ഉത്ഭവിച്ച അഗസ്ത്യ മഹർഷി സംഭൃത ക്രോധഭാരഃ കലശലായി കോപിച്ചിട്ട് സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജ കൂസലില്ലാത്ത സ്തബ്ധമായ മനസ്സോടുകൂടിയിരിക്കുന്ന നീ ഒരു ആനയായി പോകട്ടെ. ഇതി ഏനം ശബ്ദ്വ എന്ന് രാജാവിനെ ശപിച്ചിട്ട് പ്രത്യഗാത് തിരിച്ചുപോയി. സഹ അഭി ആ രാജാവും ത്വത് സ്മൃതി ഭഗവത് സ്മരണ വ്യക്തിധന്യം തെളിഞ്ഞു പ്രകാശിക്കുന്നത് കൊണ്ട് ഗജേന്ദ്രൻ്റെ രൂപം കിട്ടിയിട്ടും ധന്യനായിട്ട് തന്നെ കഴിഞ്ഞുകൂടി. അപ്പോൾ കുംഭോദ്ഭവനായ അഗസ്ത്യ മഹർഷി രാജാവിൻ്റെ ആ അനാദരവ് കണ്ടിട്ട്, തന്നെ ആദരിക്കാതെ ഇരിക്കുന്നത് കണ്ടിട്ട് കലശലായി കോപിച്ചിട്ട് സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജ എന്ന് ശപിക്കുകയാണ്. അഹങ്കാരിയായ സ്തബ്ധമായിട്ട് തൂണുപോലെ ഇരിക്കുന്ന നീ ഹസ്തിഭാവത്തെ പ്രാപിക്കട്ടെ എന്ന് പറയുമ്പോൾ ആനയായി പോട്ടെ എന്ന് ശപിക്കുകയാണ്. എന്നാൽ ഗജേന്ദ്രനായി ജനിച്ചിട്ടും പൂർവജന്മത്തിലെ ഭഗവത് സ്മരണ ഈ ജന്മത്തിലും വ്യക്തമായി തെളിഞ്ഞു പ്രകാശിച്ചതുകൊണ്ട് ആനയുടെ രൂപത്തിൽ ജനിച്ചിട്ടും ധന്യനായിട്ട് തന്നെ ആ രാജാവ് കഴിച്ചുകൂട്ടി. ഇനി 3-ാമത്തെ ശ്ലോകം. ദുഗ്ധാംബോധേർമധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥഭോയം വശാഭി സർവാൻ ജന്തൂനത്യവർത്തിഷ്ട ശക്ത്യാ
ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭഃ. പദമുറിച്ച് പറയാം. ദുഗ്ധാംഭോദേഹേ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥഭഃ അയം വശാഭിഃ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ട ശക്ത്യാ ത്വത് ഭക്താനാം കുത്ര ന ഉത്കർഷലാഭഃ. യൂഥഭഃ അയം, ഗജേന്ദ്രനായ ഇവൻ, വശാഭിഃ സഹ, പിടിയാനകളോട് കൂടിയിട്ട്, ദുഗ്ധാംബോധേഹേ മധ്യഭാജി, പാലാഴിയുടെ നടുക്കുള്ള ത്രികൂടശൈലേ, ത്രികൂടപർവ്വതത്തിൽ ക്രീഡിക്കുന്നവനായിട്ട്, ശക്തിയ, സ്വന്തം ശക്തിയാൽ, സർവാൻ ജന്തൂൻ, എല്ലാ ജീവികളെയും, അത്യവർത്തിഷ്ട, അതിക്രമിച്ചിട്ട്, ത്വത് ഭക്താനാം, അങ്ങയുടെ ഭക്തന്മാർക്ക്, കുത്ര ന ഉത്കർഷലാഭഃ, എവിടെയാണ് ഉദ്ഗതിക്ക്, ഉത്തമസ്ഥാനത്തിന് കുറവ് വരുന്നത്. ഭക്തന്മാർക്ക് എവിടെ പോയാലും ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല എന്നാണ്. യൂഥഭനായ ഈ ഗജേന്ദ്രൻ, യൂഥം എന്ന് പറയുമ്പോൾ കൂട്ടം, യൂഥത്തിൻ്റെ കൂട്ടം, ആനകളുടെ കൂട്ടം, അതിൻ്റെ അധിപൻ ഗജേന്ദ്രൻ. അപ്പോൾ ആ ഗജേന്ദ്രൻ പിടിയാനകളോട് കൂടിയിട്ട് പാലാഴിയുടെ നടുക്കുള്ള ത്രികൂടപർവ്വതത്തിൽ ക്രീഡിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് ഗജേന്ദ്രൻ്റെ ശരീരത്തിൽ തട്ടി വീശുന്ന കാറ്റുകൊണ്ട് തന്നെ സിംഹങ്ങൾ, പുലികൾ എന്നിങ്ങനെയുള്ള മൃഗങ്ങൾ, അതുപോലെ മഹാസർപ്പങ്ങൾ, ഇവയൊക്കെ ആ ഭാഗത്തു നിന്നും ഭയന്ന് ഓടിപ്പോവാണ്. അതുപോലെ തന്നെ ചെന്നായ്ക്കൾ, പന്നികൾ, ഇവയൊക്കെ പേടിച്ചോടിപ്പോയി. എന്നാൽ മാനുകൾ, മുയലുകൾ, ഇവയൊക്കെ ഈ ആന ഉപദ്രവിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് യാതൊരു ഭയവുമില്ലാതെ കുറച്ചു ദൂരെ മാറി സഞ്ചരിച്ചു. അപ്പം അങ്ങനെ സ്വന്തം ശക്തി കൊണ്ട് സകല ജീവികളുടെ ശക്തിയെയും അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് മെൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ, അങ്ങയുടെ ഭക്തന്മാർക്ക് എവിടെയാണ് ഒരു കുറവ് വന്നിട്ടുള്ളത്? എങ്ങനെയൊക്കെ നോക്കിയാലും വിഷ്ണു ഭക്തന്മാരെ എപ്പോഴും ഉത്തമമായ, ഉത്കൃഷ്ടമായ സ്ഥാനത്തെ തന്നെ പ്രാപിക്കും. അവർക്ക് എവിടെ ഇരുന്നാലും ഒന്നിനും ഒരു കുറവും ഉണ്ടാകുന്നില്ല. ഇനി 4ാമത്തെ ശ്ലോകം. സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാനപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമ്മതാന്തഃസരസ്യാം യൂഥൈ സാർദ്ധം ത്വത്പ്രണുന്നോഭിരേമേ. പദമുറിച്ച് പറയാം. സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ സഹ അയം സോയം ഖേദാൻ അപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമ്മദാ അന്തസരസ്യാം യൂഥൈഃ സാർദ്ധം ത്വത് പ്രണുന്നഃ അഭിരേമേ. അയം സഹ, ആ ആന, സ്വേന സ്ഥേംന, സ്വന്തം ശക്തി കൊണ്ടും, ദിവ്യദേശത്വശക്തിയാച്ച, ആ ദിവ്യദേശത്തിൻ്റെ മഹിമ കൊണ്ടും, ഖേദാൻ അപ്രജാനൻ, യാതൊരു അല്ലലുമില്ലാതെ കഴിയുന്ന സമയത്ത്, കഥാചിത്, ഒരിക്കൽ, ഘർമ്മതാന്തഃ, വേനൽ ചൂടുകൊണ്ട് തളർന്ന്, ശൈലപ്രാന്തേ സരസ്യാം, കുന്നിൻ ചെരുവിലുള്ള താമരപ്പൊയ്കയിൽ, ത്വത് പ്രണുന്നഃ, ഭഗവാനെ, അവിടുത്തെ പ്രേരണ കൊണ്ടു തന്നെ, യൂഥൈഃ സാർദ്ധം, ആനക്കൂട്ടങ്ങളോടൊപ്പം, അഭിരേമേ, അഭിരമിച്ചു, കളിച്ച് രസിച്ചു. അപ്പോൾ ആ ഗജേന്ദ്രൻ തൻ്റെ സ്വന്തം ശക്തി കൊണ്ടും ആ ദിവ്യദേശത്തിൻ്റെ മഹിമ കൊണ്ടും എന്ന് പറയുമ്പോൾ, ഭാഗവതത്തിൽ ഭഗവാൻ തന്നെ ഗജേന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ഏമാം ത്വാം സരശ്ചേദം ഗിരികന്ധരകാനനം വേത്ര കീചക വേണൂനാം ഗുൽമാനി സുരപാദപാൻ. യാതൊരുത്തരാണോ എന്നെയും നിന്നെയും ഈ സരസ്സിനെയും ഇവിടുത്തെ വനം, ഗുഹ, പർവ്വതം എന്നിവയെയും ചൂരൽ, വള്ളികൾ, മുളങ്കൂട്ടങ്ങൾ എന്നിവ നിറഞ്ഞു നിൽക്കുന്ന കുടിലുകളെയും ദേവവൃക്ഷങ്ങളെയും ഒക്കെ തന്നെ പ്രാതഃകാലത്തിൽ സ്മരിക്കുന്നത്, അവർ അഖില പാപങ്ങളിൽ നിന്നും മുക്തരാകും. അപ്പോൾ അങ്ങനെയുള്ള ആ ദിവ്യദേശത്തിൻ്റെ മഹിമ കൊണ്ടും യാതൊരല്ലലും ഇല്ലാതെ കഴിയുന്ന ആ കാലത്ത് ഒരിക്കൽ വേനൽ ചൂടുകൊണ്ട് തളർന്ന് അവിടെയുള്ള പർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ഒരു താമരപ്പൊയ്കയിൽ ഭഗവാനെ അവിടുന്ന് പ്രേരിപ്പിച്ചതുകൊണ്ട്,
മേൽപ്പത്തൂര് പറയാണ്, എല്ലാം അങ്ങയുടെ പ്രേരണയല്ലേ. അപ്പോൾ ഭഗവാന്റെ ഇപ്പോൾ എന്താണ്, തസ്യ ഇച്ഛാം വിന തൃണമഭി ന കമ്പയേതെന്നാണ്. ഭഗവാന്റെ ഇച്ഛയില്ലാതെ, ഭഗവാന്റെ അനുവാദമില്ലാതെ ഒരു പുൽക്കൊടി പോലും ഈ പ്രപഞ്ചത്തിൽ അനങ്ങില്ല എന്നാണ്. അപ്പോൾ ഇവിടെ പറയാണ്, ഭഗവാനെ അവിടുന്ന് പ്രേരിപ്പിച്ചത് കൊണ്ട് തന്നെ ആ ഗജേന്ദ്രൻ മറ്റ് ആനക്കൂട്ടങ്ങളോടൊപ്പം കളിച്ച് രസിച്ചു കൊണ്ടിരുന്നു. ഇനി 5-ാമത്തെ ശ്ലോകം. ഹൂഹൂസ്താവദ്ദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാന ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. പദം മുറിച്ച് പറയാം. ഹൂഹു താവത് ദേവലസ്യ അഭിശാപാത് ഗ്രാഹീഭൂതഃ തത് ജലേ വർത്തമാനഃ ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദഃ അസി സ്വകാനാം. താവത് ദേവലസ്യ ശാപാത്, അക്കാലത്ത് ദേവലമുനിയുടെ ശാപം കൊണ്ട്, ഗ്രാഹീഭൂത മുതലയായി തീർന്നിട്ട്, തത് ജലെ ആ ജലത്തിൽ, വർത്തമാന കിടന്നിരുന്ന, ഹൂഹു അഭി ഹൂഹു എന്ന ഗന്ധർവനാകട്ടെ, ഏനം ഹസ്തിനം പാദദേശെ ജഗ്രാഹ ഈ ആനയുടെ കാലിൽ പിടികൂടി. ത്വം ശാന്ത്യർത്ഥം ഹി ഭഗവാനെ അവിടുന്ന് ശാന്ത്യർത്ഥം ഹി സ്വകാനാം ശ്രാന്തിദഃ അസി ശാന്തിയെ നൽകുവാനാണല്ലോ ഭക്തന്മാർക്ക് ക്ലേശത്തെ കൊടുക്കുന്നവനാകുന്നത് എന്ന് പറയുമ്പോൾ, ഈ ശ്ലോകത്തിൽ ജലത്തിൽ ക്രീഡിച്ചു കൊണ്ടിരിക്കുന്ന ഗജേന്ദ്രനെ വെള്ളത്തിലുണ്ടായിരുന്ന മുതല പിടികൂടുന്നതായിട്ട് പറയുകയാണ്. ആനകൾക്ക് കരയിലും മുതലകൾക്ക് ജലത്തിലുമാണല്ലോ ശക്തി കൂടുതലുള്ളത്. അപ്പോൾ ആ കാലത്ത് ദേവലമുനിയുടെ ശാപം കൊണ്ട് മുതലയായി തീർന്ന ഒരു ഗന്ധർവൻ മുതലയുടെ രൂപത്തിൽ ആ താമര പൊയ്കയിൽ ഉണ്ടായിരുന്നു. ഗജേന്ദ്രൻ്റെ കാലിൽ ആ മുതല പിടികൂടി എന്ന് പറഞ്ഞിട്ട് മേൽപ്പത്തൂര് പറയാണ്, ഭഗവാനെ അവിടുന്ന് ഭക്തന്മാർക്ക് അനുഗ്രഹം കൊടുക്കുന്നതിന് മുൻപായിട്ട് ആ ഭക്തൻ്റെ ഉള്ളിൽ ഞാനെന്ന ഭാവം ലേശമെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഇല്ലാതാക്കാനായിട്ട് വളരെ ക്ലേശങ്ങളും കൊടുക്കാറുണ്ടല്ലോ. അടുത്തത് 6-ാമത്തെ ശ്ലോകം. ത്വസ്സേവായ വൈഭവാ ദുർനിരോധം യുധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദൈകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാസ്ത്വം. പദം മുറിച്ച് പറയാം. ത്വത് സേവായ വൈഭവാത് ദുർനിരോധം യുധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദ ഏകാഗ്ര സിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാസ്ത്വം. ത്വത് സേവായാഹ വൈഭവാത് ഭഗവാനെ അവിടുത്തെ സേവിച്ചതുകൊണ്ടുണ്ടായ വൈഭവം കൊണ്ട്, ഭഗവത് സേവ കൊണ്ടുണ്ടായ മഹത്വം കൊണ്ട്, സഹസ്രം വത്സരാണാം 1000 വർഷം ദുർനിരോധം യുധ്യന്തം തം മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന തം ഹസ്തിവര്യം ആ ഗജശ്രേഷ്ഠന് ത്വത് പാദ ഏകാഗ്ര സിദ്ധി അവിടുത്തെ പാദങ്ങളിലെ ഏകാഗ്രത കൊണ്ട്, അവിടുത്തെ പാദങ്ങളിലുള്ള ഏകാഗ്രത കൊണ്ട്, ഏകാഗ്രത വേണ്ട സമയമായപ്പോൾ, ഭഗവാനെ ഭജിക്കേണ്ട ആ സമയം വന്നപ്പോൾ, ത്വം അവിടുന്ന് ആ ഗജേന്ദ്രനെ നക്രാക്രാന്തം വ്യഥാഹ മുതലയ്ക്ക് കീഴടങ്ങുന്നവനാക്കി തീർത്തു എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ശക്തിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ച് യുദ്ധം ചെയ്യുന്ന ഗജേന്ദ്രൻ്റെയും നക്രത്തിൻ്റെയും പ്രാണന് നാശം സംഭവിക്കാതെ 1000 വർഷം ഒരേ നിലയിൽ തുടർന്നു എന്നാണ്. അങ്ങനെ കുറേ കാലം ജലത്തിൽ കിടന്നപ്പോൾ കരയിൽ ജീവിക്കുന്ന ആനയുടെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. ജലത്തിൽ ജീവിക്കുന്ന മുതലയുടെ ശക്തി കൂടിക്കൂടി വന്നു. അപ്പോൾ ഇനി
ജീവിക്കുകയില്ലെന്ന് ആനയ്ക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് പൂർവജന്മ സംസ്കാരം കൊണ്ട് ഈശ്വരനല്ലാതെ എൻ്റെ കൂടെയുള്ളവർക്കൊന്നും തന്നെ എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഈശ്വരനെ തന്നെ അഭയം പ്രാപിക്കാൻ നിശ്ചയിച്ചിട്ട് ആ ഗജേന്ദ്രൻ മറ്റു വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിച്ചിട്ട് ഭഗവാനെ അവിടുത്തെ തൃപ്പാദങ്ങളെ ഏകാഗ്രതയോടുകൂടി ഹൃദയത്തിൽ ധ്യാനിച്ചു. ഇനി 7ാമത്തെ ശ്ലോകം. ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി ശുണ്ഡോക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സോന്വഗാദീത് പരാത്മൻ. പദമുറിച്ച് പറയാം. ആർത്തി വ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി ശുണ്ഡോക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സഹ അന്വഗാദീത് സോന്വഗാദീത് പരാത്മൻ. ഹേ പരാത്മൻ, പരമാത്മാവായ ഗുരുവായൂരപ്പ, ആർത്തി വ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി സഹ. വേദനയും ദുഃഖവും വർദ്ധിച്ചു വന്നപ്പോൾ വ്യക്തമായ ഓർമ്മ വന്ന, വ്യക്തമായ എന്ന് പറയുമ്പോൾ ഓർമ്മ വന്ന പൂർവജന്മത്തിൽ ജ്ഞാനഭക്തിയോട് കൂടിയിട്ട് സഹ ആ ഗജേന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രദ്യുമ്നൻ ശുണ്ഡ ഉക്ഷിപ്തൈഹി തുമ്പിക്കൈ കൊണ്ട് എത്തിപ്പിടിച്ച് മേൽപോട്ടെറിഞ്ഞ പുണ്ടരീകൈഹി താമരപ്പൂക്കളാൽ സമർച്ചൻ അർച്ചിച്ചുകൊണ്ട് പൂർവാഭ്യസ്തം പൂർവജന്മത്തിൽ അഭ്യസിച്ചിരുന്ന നിർവിശേഷ ആത്മനിഷ്ഠം നിർഗുണ ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്ന സ്തോത്രശ്രേഷ്ഠം ഉത്തമമായ ശ്രേഷ്ഠമായ സ്തോത്രം കൊണ്ട് അന്വഗാദീത് ആരാധിച്ചു. അപ്പോൾ ഇവിടെ മുതല പിടികൂടിയത് കൊണ്ടുണ്ടായ ദുഃഖവും വേദനയും അതൊക്കെ അങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ മുതലയ്ക്ക് കീഴടങ്ങിയ ആ ഗജേന്ദ്രന് പൂർവജന്മത്തെക്കുറിച്ച് ഓർമ്മ വരികയാണ്. അപ്പോൾ ഇന്ദ്രദ്യുമ്നൻ എന്ന ആ പാണ്ഡ്യരാജാവ് ആയിരുന്നപ്പോഴുണ്ടായിരുന്ന അതേ ജ്ഞാനഭക്തികളോട് കൂടിയിട്ട് ഗജേന്ദ്രൻ തുമ്പിക്കൈക്കൊണ്ട് എത്തിപ്പിടിച്ച് മുകളിലോട്ട് എറിഞ്ഞ് താമരപ്പൂക്കൾ കൊണ്ട് മുകളിലോട്ടെറിഞ്ഞ താമരപ്പൂക്കൾ കൊണ്ട് പൂർവജന്മത്തിൽ അഭ്യസിച്ചിരുന്ന നിർഗുണ ബ്രഹ്മത്തെ പരബ്രഹ്മത്തെ തന്നെ സങ്കല്പിച്ചുകൊണ്ടുള്ള അതിശ്രേഷ്ഠമായ ഒരു സ്തോത്രം ചൊല്ലിയിട്ട് ഭഗവാനെ ആരാധിച്ചു എന്ന് പറയാണ്. ഇനി 8ാമത്തെ ശ്ലോകം. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യേർനാഹമിത്യപ്രയാദേ സർവാത്മാ ത്വം ഭൂരി കാരുണ്യവേഗാത് താക്ഷാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്താത്. പദമുറിച്ച് പറയാം. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യൈഹി നാഹം ഇതി അപ്രയാദേ സർവാത്മാ ന അഹം ഇതി അപ്രയാദേ സർവാത്മാ ത്വം ഭൂരി കാരുണ്യവേഗാത് താക്ഷാരൂഢഃ പ്രേക്ഷിതഃ അഭൂഃ പുരസ്താത്. നിർഗുണസ്ഥം സ്തോത്രം നിർഗുണ ബ്രഹ്മ പ്രതിപാദകമായ സ്തോത്രം. സമസ്തം ശ്രുത്വ മുഴുവനും കേട്ടിട്ട് ബ്രഹ്മേശാദ്യേഹി ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ അഹം ന ഞാനല്ല ഇതി എന്നിങ്ങനെ പുറപ്പെടാതെ ഇരുന്നപ്പോൾ സർവാത്മാത്വം സർവാത്മാവായ അവിടുന്ന് ഭൂരി കാരുണ്യവേഗാത് വഴിഞ്ഞൊഴുകുന്ന കാരുണ്യത്തോടു കൂടിയിട്ട് താർക്ഷ്യാരൂഢ ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് പുരസ്താത് മുൻപിൽ ഗജേന്ദ്രൻ്റെ മുൻപിൽ പ്രേക്ഷിത അഭൂഹു പ്രത്യക്ഷനായിട്ട് ഭവിച്ചു. അപ്പോൾ ഇവിടെ നിർഗുണ ബ്രഹ്മ പ്രതിപാദകമായ സ്തോത്രം മുഴുവനും കേട്ടിട്ട് ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയ ദേവന്മാർ എന്നെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടാതെ ഇരുന്നപ്പോൾ സർവഭൂത അന്തസ്ഥിതനായ ഭഗവാൻ കാരുണ്യം വഴിഞ്ഞൊഴുകുന്നവനായിട്ട് പെട്ടെന്ന് തന്നെ ഗജേന്ദ്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ഗജേന്ദ്രൻ മൂർത്തിഭേദങ്ങളെയെല്ലാം അതിക്രമിച്ചിരിക്കുന്ന പരമതത്വസ്വരൂപത്തെക്കുറിച്ചാണ്
ഗജേന്ദ്രൻ സ്തുതിയിൽ വർണ്ണിച്ചത്. അപ്പോൾ പരബ്രഹ്മത്തെ സങ്കല്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നത് കൊണ്ട് അത് കേട്ടപ്പോൾ ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരൊന്നും ഗജേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നില്ല. അപ്പം അങ്ങനെ സർവഭൂതങ്ങളുടെയും അന്തര്യാമിയായിരിക്കുന്ന ചക്രായുധനായ ഭഗവാൻ സ്വന്തം ഭക്തൻ മുതലയുടെ പിടുത്തം കൊണ്ട് വളരെയേറെ ദുഃഖം അനുഭവിക്കുന്നു എന്നറിഞ്ഞിട്ട് ഗജേന്ദ്രസ്തുതി കേൾക്കുകയും ചെയ്തിട്ട് ഗരുഡാരൂഢനായിട്ട് വളരെ വേഗത്തിൽ ഗജേന്ദ്രൻ നിൽക്കുന്ന സ്ഥലത്തെത്തി. ഇനി 9ാമത്തെ ശ്ലോകം. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വ്യതാരി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വസാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ. പദമുറിച്ച് പറയാം. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വ്യതാരീഹി ഗന്ധർവേ അസ്മിൻ മുക്തശാപേ സ ഹസ്തി ത്വത് സാരൂപ്യം പ്രാപ്യ ദേദീപ്യതേ സ്മ. ത്വം തം ഹസ്തീന്ദ്രം, അവിടുന്ന് ആ ഗജേന്ദ്രനെ ഹസ്തപത്മേന തൃക്കൈ കൊണ്ട് ധൃത്വ ഉയർത്തിയിട്ട് ചക്രേണ എന്ന് പറയുമ്പോൾ ചക്രം കൊണ്ട് നക്രവര്യം വ്യതാരീഹി മുതലയെ പിളർന്നു. അസ്മിൻ ഗന്ധർവേ, ആ ഗന്ധർവൻ മുക്തശാപേ ശാപത്തിൽ നിന്ന് മുക്തനായി തീർന്നപ്പോൾ സഹ ഹസ്തി ആ ആന ത്വത് സാരൂപ്യം അങ്ങയുടെ സാരൂപ്യത്തെ പ്രാപിച്ചിട്ട് ദേദീപ്യതേസ്മ ശോഭിക്കുകയും ചെയ്തു. ഇവിടെ നിത്യാനന്ദ സ്വരൂപിയായ ഭഗവാൻ ആ ആന വളരെയേറെ ദുഃഖം അനുഭവിക്കുന്നതായി കണ്ടിട്ട് ഗരുഡൻ്റെ പുറത്ത് നിന്ന് പെട്ടെന്ന് താഴെ ഇറങ്ങിയിട്ട് ഗജേന്ദ്രൻ്റെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന തുമ്പിക്കൈയിൽ പിടിച്ച് തടാകത്തിൻ്റെ കരയിലേക്ക് പിടിച്ചുയർത്തുകയാണ്. ആ സമയത്ത് ആനയോടൊപ്പം തന്നെ ആ കാലിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന ആ മുതലയും മുകളിലേക്ക് വരികയാണ്. ഭഗവാൻ മുതലയുടെ ആ മുഖം പിളർന്ന് ഗജേന്ദ്രനെ ആ മുതലയിൽ നിന്ന് വേർപെടുത്തി. അങ്ങനെ ആ മുതലയും ശാപത്തിൽ നിന്ന് മുക്തനായി തീർന്നപ്പോൾ ഭഗവാന്റെ കരസ്പർശം കൊണ്ട് ജനനമരണ സ്വരൂപമായ സംസാര ബന്ധത്തിൽ നിന്ന് മുക്തനായ ഗജേന്ദ്രൻ ഭഗവാന്റെ സ്വരൂപം ധരിച്ച് സാരൂപ്യമുക്തിയെ പ്രാപിച്ചു. ഇനി 10ാമത്തെ ശ്ലോകം. ഏതദ് വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേത് സോയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇത്യുക്ത്വൈനം തേന സാർദ്ധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി ബാധാലയേശ. പദം മുറിച്ച് പറയാം. ഏതത് വൃത്തം ത്വാം ച മാം ച പ്രഗേ യഹ ഗായേത് സഹ അയം സോയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇതി ഉക്ത്വാ ഏനം ഇത്യുക്ത്വൈനം തേന സാർദ്ധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. ഏതത് വൃത്തം ത്വാം ച മാം ച, ഈ കഥയും അതുപോലെ നിന്നെയും എന്നെയും യഹ പ്രഗേ ഗായേത്, യാതൊരാളാണോ പ്രഭാതത്തിൽ കീർത്തിക്കുന്നത്, സഹ അയം, ആ ആള് ഭൂയസേ ശ്രേയസേ സ്യാത്, ഉത്തമനായ ശ്രേയസ്സുള്ളവനാകും. ഇനി ഏനം ഉക്ത്വ, ഇതി ഏനം ഉക്ത്വ എന്ന് ഗജേന്ദ്രനോട് അരുളി ചെയ്തിട്ട് തേന സാർദ്ധം, അവനോട് കൂടിയിട്ട് ധിഷ്ണ്യം, സ്വസ്ഥാനത്തേക്ക് ഗതഃ, എഴുന്നള്ളിയ ത്വം, അവിടുന്ന്, ഹേ വാതാലയേശ, ഗുരുവായൂരപ്പ, വിഷ്ണു ഭഗവാനെ പാഹി, പാഹി എന്ന് പറയുമ്പോൾ മാം പാഹി, എന്നെ രക്ഷിക്കണേ. അപ്പോൾ ഇവിടെ ഗജേന്ദ്രൻ സാരൂപ്യമുക്തിയെ പ്രാപിച്ചതിന് ശേഷം ഭഗവാൻ ഗജേന്ദ്രനോട് പറയാണ്, ആരാണോ ഈ കഥയും അതുപോലെ തന്നെ നിന്നെയും എന്നെയും പ്രഭാതത്തിൽ പ്രകീർത്തിക്കുന്നത്, ആ ആള് ഉത്തമമായ ശ്രേയസ്സുള്ളവനാകും. ഗജേന്ദ്രനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളിയ ഗുരുവായൂരപ്പ, മൽപ്പത്തൂർ പറയാണ്, ഹേ വിഷ്ണു, എന്നെ രക്ഷിക്കണേ.
അങ്ങനെ അങ്ങനെയുള്ള മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോട് കൂടിയിട്ട് 26-ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. ഹരേ കൃഷ്ണ.